ഹലോ. ഹലോ. ആ വിവേകത്തല്ലേ? അതെ. ഞാൻ 4 ദിവസം മുന്നേ വിളിച്ചിരുന്നു. ആ വിളിച്ചാറിഞ്ഞു ചിത്രങ്ങാടി നടമ്പുറെല്ലാം പറയും. അത് സംസാരിച്ചിരുന്നില്ല നിങ്ങൾ കുറച്ച് നേരം 2 മിനിറ്റ്. പറയൂ, എന്തായിരുന്നു? മനസ്സിലായ? എനിക്ക് അന്ന് പറഞ്ഞല്ലോ ഞാനൊരു യുക്തിവാദിയായ വിശ്വാസിയാണ് പറഞ്ഞല്ലോ. ഇപ്പൊ മനസ്സിലായി. മനസ്സിലായി. അതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ച് ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നിങ്ങള് വീഡിയോയിൽ കൂടുതലും എല്ലാവരും ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കുന്നത് കൂടുതലായിട്ടും മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളത് അല്ലേ? മുസ്ലിം സമുദായത്തിന്റെ അല്ലേ? ഇസ്ലാമിന്റെ. ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ഓക്കെ. കാരണം മുസ്ലിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളെയൊന്നും മുസ്ലിം ആയിട്ട് ഇസ്ലാമിക സമൂഹം പൂർണ്ണമായിട്ട് അംഗീകരിക്കൂല. നിങ്ങൾ ഈ പറഞ്ഞ വാദമൊന്നും. ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾ അക്കൽ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലേ? അല്ല, അതല്ല. അത് അക്കല് അത് വിടുന്നു. അത് നമ്മൾ നിൽക്കട്ടെ. ശരി. ഞാൻ ചോദിക്കുന്നത് അല്ല, അക്കലും നക്കലും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അറിയാലോ. അതെ, അക്കലിന്റെ ബന്ധം അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു. അതാ പറഞ്ഞ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വാദം ഇസ്ലാമികമായിട്ട് നിൽക്കൂലെന്ന് പറയാം. ഈ യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്റെ യുക്തി എന്നാണ് അർത്ഥം. എന്റെ ബുദ്ധിക്കുള്ള അനുസരിക്കുന്നതാണ് അർത്ഥം. അല്ല യുക്തിവാദം ഇവിടെ അല്ലാതെ യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതായത് ഒരു മതമില്ലാത്ത ആൾക്കാര് ആണ് യുക്തിവാദികൾ എല്ലാവരും ധരിച്ചിട്ടുള്ളത്. ഉസ്താദുമാര് വിശ്വാസികളെ പറഞ്ഞ് പറയട്ടെ. അത് ഉസ്താദുമാര് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പൊട്ടത്തരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. യുക്തിവാദം എന്ന് പറയുന്നത്, അതായത് യുക്തിവാദം എന്ന് പറയുന്നത് എന്തോ നിരീശ്വരവാദമാണ് എന്ന് വിചാരിച്ചു വെച്ചുള്ള കുറെ ആൾക്കാരുണ്ട്. യുക്തിവാദം എന്ന് പറയുന്നത്, പറയട്ടെ, യുക്തിവാദം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും യുക്തിയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. എല്ലാ മനുഷ്യരും യുക്തിപൂർവമാണ് ആലോചിക്കുന്നത്. സാമാന്യ ബോധം, അതാണ് മനുഷ്യന്മാരുടെ സാമാന്യ ബുദ്ധി, ചിന്ത, വിവേകം, ആലോചന, ഇതൊക്കെയാണ് യുക്തി എന്ന് പറയുന്ന സാധനം. അതിപ്പോ ഒരു പള്ളിക്കല ഉസ്താദിനെ മൗലൂദിനെ വിളിച്ചാൽ പോണ്ടേ എന്ന് തീരുമാനം എടുക്കാൻ അവിടെ ഉസ്താദ് ഉപയോഗിക്കുന്ന ഒരു യുക്തിയാണ്. അതായിപ്പോ ഈ പറഞ്ഞ പോയിന്റ്. അതാണ് എന്റെ തീരുമാനം. മനസ്സിലായില്ലേ? മനസ്സിലായി. മൗലൂദിന് പോകണ്ടെന്നല്ല ഞാൻ തീരുമാനിക്കും. മനസ്സിലായില്ലേ? അതാണ് എന്റെ യുക്തി. ഞാൻ ചോദിക്കുന്നത് എങ്ങനെ? ഞാൻ പറയുന്നല്ലോ, ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ഇസ്ലാമിനെ കൂടുതൽ വിമർശിക്കുന്നത് ഒരു നിരീശ്വരവാദി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതായാലും മതമില്ല ഇല്ലല്ലേ? ഒരു മിനിറ്റ്, എന്താ പറഞ്ഞ? നിങ്ങൾക്ക് ഏതായാലും മതമില്ല അല്ലെ? ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളാണ് നിങ്ങള്, അങ്ങനല്ലേ? ഒരു മതത്തിലും വിശ്വസിക്കാതെ യുക്തി ഉപയോഗിച്ച് ജീവിച്ചൂടെ ഒരു മനുഷ്യന്? ജീവിക്കാം. ആ യുക്തി ഉപയോഗിച്ച് ജീവിക്കുന്ന നിങ്ങള് എന്തുകൊണ്ടാണ് എല്ലാവരും നിങ്ങളോട് ചോദിക്കുന്നത്? ഞാൻ കേൾക്കുന്നത് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു. അതല്ലല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദിക്കാം, നിങ്ങൾക്ക് യുക്തിയുണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാ കുറ്റങ്ങളും കുറവുകളും എല്ലാ മതത്തിലും ഉണ്ട് അല്ലേ? നല്ലതുണ്ട്. അത് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? അതിനൊരു ഉത്തരം പറയാൻ പറ്റുമോ? എന്താ പറഞ്ഞേ? എന്തുകൊണ്ട് നിങ്ങള് എല്ലാ മതത്തിലും പല പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞെടുത്തിട്ട് കണ്ട് പലതും പറയുന്നുണ്ട്, വളരെ മോശമായിട്ടും പറയുന്നുണ്ട്. എന്തുകൊണ്ട് മറ്റുള്ള മതത്തിലുള്ള കുറ്റങ്ങളും കുറവുകളോ ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്കൊരു യുക്തിയുണ്ട്. ഞാനൊരു കാര്യം ചെയ്യുമ്പോ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്, കൃത്യമായിട്ടൊരു യുക്തിയുണ്ട്. ആ യുക്തിക്കനുസരിച്ച് ഞാൻ ചെയ്യുന്നു. അതിലെന്താ പ്രശ്നം? അല്ല, അതിലെന്താ പ്രശ്നം എന്താണ്? അല്ല, അതാണ് ചോദിക്കുന്നത്, എന്താണ് പ്രശ്നം? നിങ്ങൾ അങ്ങനെ പറഞ്ഞുതരാം. ഇസ്ലാം മതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക്, അതായത് മുസ്ലിമായി ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് രാജ്യത്ത് പൗരന്റെ അവകാശം അനുസരിച്ച് ആ മതം വേണമെങ്കിൽ ഉപേക്ഷിക്കാനുള്ള അവകാശം കൂടി ഉണ്ട് അല്ലെ? അതും കൂടി ചേർന്നതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ നിയമം?
അത് ഇന്ത്യൻ ഭരണഘടനയിലല്ലേ? അതനുസരിച്ച് ഒരാൾക്ക് അയാളുടെ വിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയിലെത്തിയാൽ, അയാളെ വിശ്വാസം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ ജീവിക്കാൻ വിടാത്തൊരു സാമൂഹ്യ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഇസ്ലാമിൽ പോയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അത് ഉണ്ട് എന്ന് മാത്രമല്ല, പറയാം, അത് ഉണ്ട് എന്ന് മാത്രമല്ല, അത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരാള് മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണം എന്ന് മതനിയമമുണ്ട് എന്ന് എവിടെ നിന്നുള്ളത്? ഖുറാനിലുണ്ടല്ലേ? ഖുറാനിലുണ്ടോ? പണ്ഡിതന്മാര് പറയണേ, ഖുറാനിലും ഹദീസിന്റെയും ഒക്കെ വ്യക്തമായ. നിങ്ങളെങ്ങനെ പറയലേ? നിങ്ങൾ യുക്തി ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് യുക്തി നിങ്ങൾ ഉപയോഗിക്കണേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയൂ. ഞങ്ങൾക്ക് പറഞ്ഞുതരാം. കിതാബുൽ ഫിഖ് എന്ന് പറഞ്ഞിട്ടേ, കിതാബുൽ ഫിഖ് എന്ന് പറഞ്ഞിട്ട് സമസ്ത ബുക്ക് ഇപ്പോ പബ്ലിഷ് ചെയ്തിട്ടുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കാണ് എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളത്. നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോ ഞാൻ എടുത്താണ് എന്റെ ട്രാക്കിന്. ഓക്കെ, അതില് അൽ ജിനായാത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ തുടങ്ങുന്നത് കേട്ടോ, അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരാള് മുർത്തദായാല് അയാളെ കൊല്ലണം. കുട്ടികളെ പഠിപ്പിക്കണം. ഒരു മിനിറ്റ്. അതായത് നമ്മളെ നാട്ടിലുള്ള, എന്റെ വീട്ടില്, ഇപ്പൊ എന്റെ നാട്ടില്, ഞാൻ എന്റെ വീട്ടില് 11 മക്കളിൽ ഒരാളാണ്. ഓക്കെ, എന്റെ മോൻ 5ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിന്. അപ്പൊ എന്റെ മോൻ 5ാം ക്ലാസ് വരെ മദ്രസയിൽ പോകുന്നു, അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ബാക്കിയുള്ള ഓന 5ാം ക്ലാസ്സോടെ നിർത്തി. ബാക്കി കുറെ കുട്ടികൾ 5ാം ക്ലാസ്സിലൊക്കെ 5ാം ക്ലാസ്, 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലും മദ്രസയിൽ പോകുന്ന എന്റെ രക്തബന്ധത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്, അല്ലെങ്കിൽ പാഠഭാഗത്തുള്ള ഒരു വാദമാണ്, ഒരാള് മതം ഉപേക്ഷിച്ചാൽ താമസം വിന അവനെ കൊന്നു കളയണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന്. നമ്മളെ നാട്ടിലെ പഠിപ്പിക്കാൻ പാടില്ല. നിങ്ങളെ അഭിപ്രായത്തില് നിങ്ങളെ യുക്തിക്ക് അത് പഠിപ്പിക്കാൻ പാടുണ്ടോ? അതെ പറയുന്നത്. ഇസ്ലാമിന്റെ കുട്ടികളെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ഇന്ത്യയിൽ അത് ബാധകമാണോ അല്ല, ഇന്ത്യയിൽ അത് ചെയ്യുന്നുണ്ടോ അല്ല, അത് മാത്രം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ല അത് ചെയ്യുന്നുണ്ടോ ഉണ്ടോ? അത് ഇന്ത്യയിൽ ചെയ്യാത്തത് ഇസ്ലാമിന്റെ മഹത്വം കൊണ്ടാണോ? ഒരാളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ചോളി. ഞാൻ ചോദിക്കട്ടെ, ഈ നിയമം പറഞ്ഞിട്ട് ഇന്ത്യയില് ഇസ്ലാം വിട്ട ഒരാളെ, ഇന്ത്യയിൽ കേരളത്തിൽ ഒരാളെ കൊന്നതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരാളെ കൊന്നതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ത്യയിൽ ഇസ്ലാം വിട്ട, ഇന്ത്യയിലായാലും കേരളത്തിലായാലും. ഇന്ത്യയിൽ മതി, തമിഴ്നാട്ടിൽ നിന്ന് മതി. ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് ഓർക്കാവുന്ന സാധനമാണ് ഫാറൂഖ് എന്ന് പറയുന്നത്. എവിടെയുള്ള? തമിഴ്നാട്ടിലെ ഉക്കടത്ത്, കോയമ്പത്തൂര്. അവൻ എന്തിനാ കൊന്നത്? മതം വിട്ട്. അതെ, മതവിമർശനം നിങ്ങൾക്ക് അത് തെളിച്ചുതരാൻ പറ്റും. നിങ്ങൾ തെളിച്ചുതരാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെടുത്ത് വന്നാൽ കാല് പിടിച്ച് പോയിക്കും. നിങ്ങൾ തെളിച്ചുതരാം. ഞാൻ തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത്, കോയമ്പത്തൂരിന്റെ അടുത്താണ് ജീവിക്കുന്നത്. നിങ്ങൾ തെളിച്ചുതരാനുണ്ട്. പക്ഷെ ഹിന്ദുവിൽ പോയ എത്രയോ ആളുകളെ അബ്ദുൽ ഫാറൂഖിനെ കൊന്നത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? അല്ല, നിങ്ങൾ തെളിച്ചു പോയി, എനിക്കറിയില്ല. കോടതി തെളിയിച്ച് ശിക്ഷ വിധിച്ച കേസിൽ നിങ്ങൾ അതിനല്ലാന്ന് വാദിക്കാം. കോടതി എന്താ തെളിയിച്ചാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ അടുത്താണ് അവർക്ക് കോടതി അതിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തത്. ജാമ്യം റദ്ദ് ചെയ്ത് അവരെ ജയിലിലാക്കാൻ കോടതി ഉത്തരവിട്ടത്. പിന്നെ ശരി, തമിഴ്നാട്ടിലെ പറഞ്ഞേ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ പേരിലാണ് കൊന്നത്. അങ്ങനെ തന്നെയാണ് FIR-ലുള്ളത്. തമിഴ്നാട്ടിൽ എവിടെയെന്ന് പറഞ്ഞു? ഉക്കടത്ത് അല്ലേ? കോയമ്പത്തൂർ. ഞാൻ അതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദു സമുദായത്തിൽ നിന്ന് ഇനി അവിടെ നിൽക്കുക. നമ്മൾ ഇസ്ലാമിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നല്ലേ നിങ്ങളെ ചോദ്യം? നിങ്ങൾ ഉപയോഗിക്കണപ്പോ ഞാൻ ചോദിക്കുമ്പോ അതേ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ചോദിച്ചു പോയാലെങ്ങനെ? നിങ്ങൾ ആദ്യം ചോദിച്ചൊരു കാര്യം ഉണ്ടല്ലോ,
അതന്നെ അതിന് മറുപടി പറഞ്ഞു ഒരാളെ ഇനി നിങ്ങൾ പറഞ്ഞു തരാം കൊന്നവരെ നിങ്ങളിങ്ങനെ ബഹളം വെച്ചാലെങ്ങനെ? ഇതാണ് നിങ്ങളെ യുക്തി. കൊന്ന ഒരാൾക്ക് 2000-ന് ശേഷം കൊന്ന ഒരാളുടെ തെളിവാണ് ഇപ്പൊ ഇങ്ങ് തന്നു കേട്ടോ. 2019-ലോ 18-ലോ ആണ് ഈ സംഭവം. 2018 എന്ന് പറഞ്ഞാൽ 6 വർഷം മുൻപ് കേരളത്തിന്റെ അതിർത്തിയില് തമിഴ്നാട്ടില് ദർ ഇസ് നോ ഗോഡ് എന്ന് പറഞ്ഞ് ദൈവത്തെ നിന്ദിച്ച് നടന്നതിന് മുസ്ലിമായ ഒരു ഭാര്യയുടെയും മക്കളുടെയും ഭർത്താവും പിതാവുമായിട്ടുള്ള ഫാറൂഖിനെ, മുസ്ലിമായ വാപ്പാന്റെയും ഉമ്മാന്റെയും മകനെ കൊന്നുകളഞ്ഞു. പറയട്ടെ നിങ്ങൾ അവിടെ നിക്ക്. 2022-ല് ഫാറൂഖ് അനുസ്മരണത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂര്. അവിടെ വെച്ച് ഫാറൂഖിന്റെ വൈഫിനെയും കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ വാപ്പാനോട് സംസാരിച്ചിട്ടുണ്ട്. ഇയാളുടെ ഭാര്യയുടെ പിതാവിനോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ മക്കളോട് സംസാരിച്ചിട്ടുണ്ട്. ഫാറൂഖ് കൊല്ലപ്പെട്ടത് മതം ഉപേക്ഷിച്ചതിന്റെ പേരിലോ മതത്തെ വിമർശിച്ചതിന്റെ പേരിലോ അല്ല എന്ന് നിങ്ങൾ തമിഴ്നാട്ടിലാണെന്നല്ലേ പറഞ്ഞേ? അവരെ ബോധ്യപ്പെടുത്താൻ ഇതുവരെ മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഇത് പബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്നോട് ധാരാളം നിങ്ങളിങ്ങനെ പറയല്ലേ? നിങ്ങളിങ്ങനെ ഒരു സംഭവം നടന്ന അറിഞ്ഞിട്ടില്ലേ? അല്ല, നിങ്ങളിങ്ങനെ ഒരു സംഭവം നടന്ന അറിഞ്ഞിട്ടില്ലേ? നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അറിഞ്ഞതിന് തെളിവ് വെച്ചു. ഇനി ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം. വേണമെങ്കിൽ നമുക്ക് രണ്ടാക്കൂടി ഫാമിലിനെ സന്ദർശിക്കും ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. ഇനി അവിടെ നിക്ക്. കൊന്നതിന് തെളിവ് തന്നു. ഇനി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മദ്രസയില് കുട്ടികളെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ ഇന്ത്യ രാജ്യത്ത് കൊല്ലാൻ നിയമമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു. ഇന്ത്യ രാജ്യത്ത് നിയമം ഇല്ലാതെ പോലും കൊല്ലുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ കൊല്ലാനുള്ള പ്രേരണ മദ്രസകളിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മദ്രസകളിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് ആ നിയമം. ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ നമ്മുടെ കുട്ടികളെ നിങ്ങൾ അവിടെ നിക്ക്. ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഒരാള് മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണം എന്നതാണ് ഇസ്ലാമിക നിയമം എന്ന് പഠിപ്പിക്കുന്നതിന്റെ യുക്തി എന്താണ്? നിങ്ങളെ യുക്തി പറയും. അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമികപരമായിട്ട് പണ്ട് കാലത്ത് ഇസ്ലാമിക രാഷ്ട്രങ്ങളില് അങ്ങനെ മതത്തിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ മതത്തിലുണ്ടാവും, വൈകുന്നേരം കാക്കുറാവും. പിന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിന് അനുസരണത്തിന് തങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊല്ലം. അത് ഇസ്ലാമിക നാട്ടില് വിചാരണ ചെയ്ത് അല്ല, അത് അങ്ങനെ ഇവിടെ നിങ്ങളെ യുക്തി പറയും. താരീഖല്ല നമ്മൾ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിങ്ങളോട് അക്കലും നക്കലും പറഞ്ഞിട്ടാണ് ചർച്ച തുടങ്ങുന്നത്. ഒന്നാമത്തത് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നത് ഞാൻ താരീഖിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ ഫിഖ്ഹത്തെ കാര്യമാണ് പറയുന്നത്. അതെ, ഖുർആനിലുള്ളതാണ്. നമ്മൾ താരീഖല്ല പറയുന്നത്, ഫിഖ്ഹാണ് പറയുന്നത്. സമ്മതിച്ചു. നമ്മുടെ നാട്ടില് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാലോ, എന്റെ രക്തബന്ധത്തിലുള്ള എന്റെ ജ്യേഷ്ഠന്റെയും എന്റെ പെങ്ങളുടെയും മക്കളെ മതം ഉപേക്ഷിച്ചവനെ കൊന്നു കളയണം എന്നതാണ് ഇസ്ലാമിക നിയമം എന്ന് പഠിപ്പിക്കുക വഴി എന്ത് സാമൂഹ്യ സന്ദേശമാണ് ആ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്? നിങ്ങള് ആ കുട്ടികൾ അത് പഠിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സമ്മതിച്ചല്ല, ഞാനും സമ്മതിച്ചു, അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് തുടരണം. അത് അങ്ങനെ വ്യാപിച്ചു കണ്ട് അത് ഇവിടെ നടത്തപ്പെടണം ഞങ്ങൾ പറയുന്നില്ല. ഇസ്ലാമിക പഠിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കും സുഹൃത്തെ. പഠിപ്പിക്കുന്നതിനെ കുറിച്ച് തന്നെ സംസാരിക്കും. അത് നിങ്ങളെ യുക്തിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ യുക്തി, അതായത് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ യുക്തി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ്. ഒരു മിനിറ്റ്, അങ്ങനെ ഞാൻ പറയും. എന്റെ യുക്തിക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞു, ഇസ്ലാമികമായിട്ട് മുസ്ലിമായിട്ട് മൂമിനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇസ്ലാമിക രാഷ്ട്രത്തിൽ, ഇസ്ലാമിക നിയമമുള്ള രാഷ്ട്രത്തിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാം. ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. അടുത്ത വരി പറയുന്നുണ്ട്. അതേ ഇതിന് അടുത്ത വരി അയൽവാസിനെ എങ്ങനെ ബഹുമാനിക്കണം വാക്കണം എന്നുള്ള അടുത്ത വരി തന്നെ ആദ്യം നിങ്ങൾ പറയുന്നത്.
അയൽവാസി മുർത്തദ്ദായി കൊല്ലാൻ പറ്റൂല. അയൽവാസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അതിന്റെ എങ്ങനെ നിങ്ങളെ യുക്തി എന്ന് പറയുന്നത് ഭയങ്കര ലൂസ് മോഷൻ ഉള്ള യുക്തിയാണല്ലോ. അത് നിങ്ങൾ എങ്ങനെ ഭയങ്കര ലൂസ് മോഷനാണ് നിങ്ങളെ യുക്തിക്ക്. നമുക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ എന്നെ സമ്മതിക്കണം. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ പറയട്ടെ. നിങ്ങൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ. അതായത് നമ്മളുടെ വിശ്വാസം അനുസരിച്ച് കൊല്ലപ്പെടേണ്ട ഒരുത്തനാണ് ആ പോണത് എന്ന് ഒരിക്കൽ വിശ്വാസിയായിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് മുർത്തതായി പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആ മതത്തിൽ ഇപ്പൊ ജീവിക്കുന്ന കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ ഈ തരം ഒരു വെറുപ്പും ഈ ഒരു എന്താ പറയാ കൊല്ലപ്പെടേണ്ടവനാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വളർത്തുന്നത്. ഇന്ത്യ രാജ്യത്ത് ഓരോ വ്യക്തിക്കും അവനവന്റെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നിയമമുള്ള നാട്ടിൽ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ യുക്തിയിൽ ഒരു കുഴപ്പവും തോന്നുന്നില്ല? ഞാൻ അതാണ് പിന്നും പറഞ്ഞത്. അത് പറഞ്ഞ അതിലേക്ക് നമുക്ക് വരാം. ഞാൻ ചോദിക്കുന്നത് ഇവിടെ നിങ്ങളുടെ യുക്തിയോടാണ് ചോദ്യം. ഇസ്ലാമിന്റെ നിയമത്തെ കുറിച്ചല്ല ചോദ്യം. ഞാൻ നിങ്ങളുടെ യുക്തിയോടാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല. ഇവിടെ നടക്കൂല. ഇവിടെ നടക്കൂല. പക്ഷെ ഞങ്ങളെ മതമുള്ളിടത്ത് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തി. അതായത് ഇന്ത്യ രാജ്യത്ത് മദ്രസയിൽ ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിക്കും. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമല്ലാത്തത് കൊണ്ട് അത് ചെയ്യൂല. ഇതല്ലേ വാദം? ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നതെന്നാണ് അല്ലേ? ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ തന്നെയാണ് വിമർശിക്കുക. ഒന്നാമതായിട്ട് നിങ്ങളവിടെ നിൽക്കേ ഇത് പറയട്ടെ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ല ഞാൻ കാര്യങ്ങൾ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നത്. ഇസ്ലാം എന്നെ പിടിച്ച് കടിച്ചിട്ടൊന്നുമില്ല. ഇസ്ലാം എന്നെ പിടിച്ച് കടിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളെ ഇങ്ങനെ എന്നെ പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെ? നിങ്ങൾ ഒരു യുക്തി ഉപയോഗിച്ച് ജീവിക്കുന്ന ആളല്ല. നിങ്ങൾ അക്കൽ ഓഫ് ചെയ്ത് വെച്ച് നക്കലിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ അക്കല് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് നക്കലിനെ ന്യായീകരിക്കാനാണ്. മനസ്സിലായോ? അതായത് ഒരാളുടെ വിശ്വാസ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നതിന്റെ പേരിൽ അവരെ കൊല്ലണം എന്ന ഒരു മതത്തിൽ നിയമമുണ്ട് എന്ന് ആ മതം വലിയ പത്രമാറ്റ മതമാണ് എന്ന് വിശ്വസിക്കുന്നയാളുടെ യുക്തി എന്ന് പറയുന്നത് കേവലമായ മദ്രസ യുക്തിയാണ്. അതിനപ്പുറത്തേക്ക് ഒരു യുക്തി അതിനകത്തില്ല. മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി എന്തുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞുതരാം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിക്കുന്ന രാജ്യത്ത് ആ രാജ്യത്തിന്റെ ഭരണഘടന അവകാശമായി നിലനിൽക്കുന്ന വിശ്വാസ സ്വാതന്ത്ര്യം അത് പ്രയോജനപ്പെടുത്തുന്ന ഒരു വിഭാഗം മനുഷ്യരെ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും അതിന്റെ സംവിധാനവും ആ പ്രത്യയശാസ്ത്രത്തെ നിശിതമായി ആശയപരമായി വിമർശിക്കുക എന്നത് എന്റെ സാമൂഹ്യ ഉത്തരവാദിത്തമായിട്ടും വ്യക്തിപരമായിട്ട് ഞാൻ എന്നോട് ചെയ്യേണ്ടതും ഈ സമൂഹത്തോട് ചെയ്യേണ്ട ബാധ്യതയായിട്ട് കരുതുന്നു. അതുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. ആ കാര്യം മാത്രമല്ലല്ലോ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്. നിങ്ങൾ വിമർശിച്ചോളൂ, അത് നിങ്ങളെ അവകാശ അധികാരം നിങ്ങൾക്കുണ്ട്. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ആ സംശയം തീർന്നല്ലോ അല്ലെ? തീർന്നു. ഞാൻ ചോദിക്കുന്നത് ഹിന്ദു മതത്തിൽ നിന്ന് വിട്ടു വന്ന ആളുകളെ എത്ര പേരെ അവിടെ കൊന്നിട്ടുണ്ട്? അറിയില്ല, ഞാൻ കണക്കെടുത്തില്ല. നിങ്ങൾ വിമർശിച്ചോളി, അതിനെന്താ കുഴപ്പം? ഹിന്ദു മതം ഉപേക്ഷിച്ച് ഇസ്ലാം നിങ്ങൾ വിമർശിച്ചോളി. ഇനി ഏത് മതം വിട്ട് ആരെ വന്നാലും നിങ്ങളൊരു പാഠം പുസ്തകം കൊടുത്തയച്ചാൽ ഞാൻ അതും വിമർശിക്കും. അല്ല, നിങ്ങൾ അത് കണ്ടിട്ടും നിങ്ങൾ വിമർശിക്കുന്നില്ല. അതുകൊണ്ടാണ് ആര് ഇപ്പൊ ഇസ്ലാമിൽ ആരെങ്കിലും ഇതിനെ വാട്ട് അബൌട്ടറി എന്ന് പറയും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതിന് ന്യായ വൈകല്യം എന്നാ പറയാ. ന്യായ വൈകല്യം എന്ന് പറയും കേട്ടോ. ന്യായ വൈകല്യം എന്നാണ് ഇതിന് പറയാ. ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ ഇല്ലേ? എന്നാ പറഞ്ഞു. അത് ഉത്തരം പൂർത്തിയാക്കിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി പറഞ്ഞു. എന്റെ നാട്ടുകാരനാണ് കുറിഞ്ഞി പൈസ. അറിയാം. അവൻ എന്തിനാ കൊന്നത്? എനിക്കറിയില്ല, നിങ്ങൾ പറയും. പിന്നെ ഹിന്ദു മതം വിട്ടതിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്താണ്.
അപ്പൊ പിന്നെ കാസർഗോഡ് ഒരു ഉസ്താദിനെ പള്ളിയിൽ കയറി ഹിന്ദു തീവ്രവാദികളും അതേ പണി ചെയ്തു. അത് നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? അത് നിങ്ങൾ വിമർശിക്കണം. നിങ്ങൾ മുസ്ലിങ്ങൾ വിമർശിച്ചോളി. അപ്പൊ അവിടെ ഞാന് അതിനൊരു ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ വിമർശിച്ചോളി. ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ്. നിങ്ങൾ ബേജാറാവല്ലേ? പറഞ്ഞേരേ. നിങ്ങൾ ഇങ്ങനെ ബേജാറാവണ്ട. പറഞ്ഞുതരാം. ഒക്കെ പറഞ്ഞുതരാം. അതായത് എന്നെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മളെ നാട്ടിലുണ്ട്. അതായത് എന്നെ പോലെയുള്ള മനുഷ്യരെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം നാട്ടിലുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളിൽ അത് വിഷം കുത്തി നടക്കുന്നുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തിനോട് ആ പ്രത്യയശാസ്ത്രത്തിനെ വിമർശിക്കുന്ന എന്നോട് പറയാണ്, ഞങ്ങളിലേക്ക് വന്നതിന് മറ്റോല് ഞങ്ങളെ കൊന്നിട്ടുണ്ട്. നിങ്ങൾ വിമർശിക്കണം. നിങ്ങൾ അതിന് ശക്തമായി നടപടിയെടുക്കണം, പോരാടണം. അവരുടെ അത്തരം അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ എടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഉസ്താദ്മാരടുത്ത് കൊടുത്തിട്ട് വിമർശിപ്പിക്ക്. ഇത് ഞങ്ങൾ ചെയ്യണ്ടേ? അത് നിങ്ങൾ ചെയ്തോളി. അത് ചെയ്തോളി. അനുസരിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ എന്റെ അനുസരിച്ച് ഞാനത് പറഞ്ഞു. അല്ല, നിങ്ങൾ എന്ത് ഉത്തരത്തിൽ വേണേ വെച്ചോളി. അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് മുസ്ലിം മതം ഉപേക്ഷിച്ച ഒരു മനുഷ്യനെ കൊല്ലണം, അതായത് ഒരു പ്രത്യയശാസ്ത്രം ഉപേക്ഷിക്കുന്നവനെ കൊന്നു കളയണം എന്ന് എഴുതി വെച്ച ഒരു മതത്തെ വിമർശിക്കുക എന്നത് എന്റെ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. ആയിക്കോട്ടെ, നിങ്ങൾ വിമർശിച്ചോളൂ. അത്രേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയല്ലോ അല്ലെ? ഇപ്പൊ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ശരി. അത്രേ ഉള്ളൂ. ഇനി നിങ്ങളെ ഉത്തരം, നിങ്ങളെ സംശയമൊക്കെ നിങ്ങൾ വേറെ ആരോട് ചോദിച്ചു, ഇന്നോട് ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്ക് അത് മനസ്സിലായി. നിങ്ങൾ വേറൊരു സമയത്ത് വിളിക്കും, പിന്നീട് ഒരു സമയത്ത് വിളിക്കും, ബാക്കി സംസാരിക്കാം. ഓക്കെ? ഇല്ല പറ്റൂല. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കഴിഞ്ഞു, നിങ്ങൾക്കുള്ള മറുപടി കിട്ടി. അല്ല, അത് അത്രേ ഉള്ളൂ. നിങ്ങളെ നെറ്റലും മക്കളും എന്താന്ന് എനിക്ക് തിരിഞ്ഞു മതി. അത് നിങ്ങൾ ഒറ്റക്ക് പറഞ്ഞോളി സുഹൃത്തെ. നിങ്ങൾ വേറെ ആളോട് പറഞ്ഞോളി. നിങ്ങൾ പറഞ്ഞോളി. എന്റെ വീരത്താണ്. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോ തെളിവ് വേണം. ഞാൻ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ പറഞ്ഞോളി. എന്താണ് പറഞ്ഞോളി. അതും കൂടെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ ഇനി ആ വീരത്വം കേൾക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ കുറിച്ച് യുക്തിവാദി എന്ന് പറയുന്നത് നിരീശ്വരവാദികളെ യുക്തിവാദി നിരീശ്വരവാദി ഒന്നാണെന്ന് ഇങ്ങനെ കൂട്ടിക്കുറച്ച് പറയല്ലേ? അത് മണ്ടത്തരാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞത് നിരീശ്വരവാദി നിങ്ങളെ പോലത്തെ നിരീശ്വരവാദി. ഞാൻ നിരീശ്വരവാദിയല്ല. ഞാൻ മുർത്തദ്ദാണ്. ഞാൻ മനസ്സിലാക്കിയ എന്താ അറിയോ? നിങ്ങൾ വിമർശിക്കാതൊക്കെയുള്ള കാരണം മറ്റുള്ള ഹിന്ദുക്കളെ വരുന്നു. ഇവിടുത്തെ രാജ്യത്തെ നിയമത്തെയും ഇവിടുത്തെ ഒന്ന് ശരിക്കും കണ്ടോ, ഇവിടുത്തെ രാജ്യത്തിന്റെ ഭരണകർത്താക്കളെയും RSSനെയും BJPയെയും ഇവിടുത്തെ രാജ്യത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കളെയും പേടിച്ചിട്ട് അവരെ പേടിച്ച് ഭീരുക്കളായിട്ട് അതുകൊണ്ടാണ് നിങ്ങളെ വിമർശിക്കാതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാകാറാണ്. 100% അവരെ പേടിച്ചിട്ട് അവർക്ക് കീഴ്പ്പെട്ട് അവർക്ക് അടിമകളായിട്ട് അവരിപ്പോ നിങ്ങൾ ചോദിക്കുന്ന ഇസ്ലാമിന് അടിമത്തത്തിനെ പറ്റി പണ്ടെന്നുള്ള അടിമത്തമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ അടിമകൾ നിങ്ങളാണ്. ആര്? ഇസ്ലാമിനെ വിമർശിക്കുന്ന ഹിന്ദുത്വത്തിനെ പേടിച്ച് RSSനെ പേടിച്ച് സർക്കാരിനെ പേടിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്ന മറ്റുള്ളവർ വിമർശിക്കാൻ പേടിക്കുന്ന ഭീരുക്കളായ അടിമകളാണ് നിങ്ങൾ എന്നാണ് നിങ്ങളെ യുക്തിയിൽ നിങ്ങൾക്ക് മനസ്സിലായത്. 100% നിങ്ങൾ അതന്നെ പേടിയാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദുത്വത്തിനെ വിമർശിക്കോ, RSSനെ വിമർശിക്കോ. ധൈര്യമില്ല, നിങ്ങൾ ഭീരുക്കളാണ്. നിങ്ങളെ യുക്തി ഉപയോഗിച്ച് നിങ്ങൾ നിലവിളിക്കല്ലേ? നിങ്ങളെ യുക്തി നിലവിളിയിലേക്ക് വഴിമാറുന്നത് ദയനീയമായ അവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി അതിന് മറുപടി കേട്ടോളി. മറുപടി കേട്ടോളി. ഓക്കെ, ആരും വെച്ചിട്ട് പോകില്ല ഇവിടെ കേട്ടോ. അപ്പൊ നിങ്ങളെ യുക്തി ഉപയോഗിച്ചിട്ട് ഒരു മുർത്തദ്ദായ മനുഷ്യൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് സംഘപരിവാറിനെ പേടിച്ചിട്ടാണ് എന്നാണ് നിങ്ങളെ കണ്ടെത്തല് അല്ലെ? ശരി. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് മുർത്തദ്ദുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കിയിട്ട് അടുത്ത തവണ AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു മിനിറ്റ്
പറയട്ടെ സുഹൃത്തെ, ഒരു സെന്റൻസ് പൂർത്തിയാക്കണതിന്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്ങനെ? ശരി. എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു PhD എടുക്കുക. എന്തുകൊണ്ടാണ് ഇസ്ലാം മത വിമർശകർ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത്, മുർത്തദ്ദുകൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സാമൂഹ്യ പഠനം നടത്തിയിട്ട് നിങ്ങളൊരു ഡോക്ടറേറ്റ് എടുത്താൽ അനിൽ മുഹമ്മദിനെ പോലെ കേരളത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിട്ട് നിങ്ങളെ യുക്തിവാദം മാറും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം. അല്ല, ഞാൻ നിങ്ങളെ കാര്യം പറഞ്ഞത്, ഞാനല്ല നിങ്ങളെ കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ശരി, നല്ല നിങ്ങളെ യുക്തിയായി. അതെ അതെ, ഈ നാടിന്റെ ശാപം മുസ്ലിങ്ങൾ നിങ്ങൾ നോക്കണ്ട. ഈ നാടിന്റെ ശാപം സത്യം പറഞ്ഞു. നിങ്ങളെ RSSനും BJPക്കും നിങ്ങളാരെ പേടിച്ചിട്ടാ കൊല്ലാത്തത്? നിങ്ങളാരെ പേടിച്ചിട്ടാ അടങ്ങിയിരിക്കണേ? നിങ്ങളാരെ പേടിച്ചിട്ടാ RSSനെ പേടിക്കില്ല. ഞാൻ അള്ളാനെ മാത്രമേ പേടിക്കുള്ളൂ. അതാണ് നിങ്ങളെ യുക്തി. അതാണ് നിങ്ങളെ യുക്തി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു പിടിക്കുന്നത്? ഞാൻ വിശ്വാസിയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് RSSനെയോ BJPയോ എതിർക്കോ. നാട്ടിൽ നടക്കുന്ന നിങ്ങൾ കണ്ണടച്ച നിങ്ങൾക്ക് മാത്രല്ല പൊന്നാര ചങ്ങാതി. ഒരു മിനിറ്റ് എന്തൊരു കഷ്ടം, എത്ര ഗതികേടിലായി നിങ്ങളെ യുക്തിവാദം അമ്പേ പരാജയമാണ് കേട്ടോ. നിങ്ങളെ യുക്തിവാദം എന്ന് പറയുന്നത് ദുരന്തമാണ്. നിങ്ങളുടെ യുക്തിവാദം അമ്പേ പരാജയമാണ്. നിങ്ങൾ ബഹളുണ്ടാക്കല്ലേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എന്തൊരു യുക്തിയാണ് പോലെ. നിങ്ങളെ BP കയറുന്ന മനസ്സിലായില്ല. മതം വിട്ട് മനുഷ്യനാകുമെന്ന് പറയുന്ന ആളെ നിങ്ങളെ ആ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന വീഡിയോ, എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഇപ്പൊ എന്താ? ഒരു മിനിറ്റ് ഞാനിപ്പോ സംഘപരിവാറിനെ വിമർശിക്കുകയാണോ വേണ്ടത്, ചാരിറ്റി പ്രവർത്തനം തുടങ്ങുകയാണോ വേണ്ടത്? നിങ്ങൾ ഇഷ്ടമോ? നിങ്ങൾ ചെയ്യൂല, നിങ്ങൾക്ക് എനിക്ക് പേടിയാണ്. വേണ്ടി എന്തെങ്കിലും ഒരു വീഡിയോ. അപ്പൊ മതം വിട്ടവരൊന്നും മനുഷ്യന്മാരല്ലേ? പറഞ്ഞുതരാം. പറയട്ടെ. എന്റെ മറുപടി കേൾക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒച്ചടുന്നതെന്ന് തോന്നുന്നു. ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞല്ലോ. കേട്ടോളി. അതായത് ഒരാളൊരു കാര്യം ചെയ്യുമ്പോ ആ കാര്യത്തിൽ മറുപടി ഉണ്ടോ, ആ വാദത്തിന് മറുപടി ഉണ്ടോ, അതാണ് അന്തസ്സായ പ്രവർത്തനം. പറഞ്ഞുതരട്ടോ, കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. എന്നെ മതവിമർശകനെ, മതം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്ന നിയമം പഠിപ്പിക്കപ്പെടുന്ന നാട്ടിൽ ഞാൻ പറയട്ടെ നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കൽ എന്തിനാ? നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കൽ നിങ്ങൾക്ക് പേടിയാണ്. ഞാൻ മറുപടി പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾ പറഞ്ഞ ബെഡായി പൊളിയുമെന്ന പേടിയാണ് നിങ്ങൾക്ക്. അപ്പൊ ചിരിക്കുന്നത് എന്താ? ചിരിക്കുന്നത് തീരെ നമ്മളെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് ഈ ചിരിക്കുക. വളരെ സീരിയസ് ആയിട്ട് കാര്യം പറയല്ലേ അപ്പൊ നിങ്ങൾ കേൾക്ക്. നിങ്ങൾ കുറെ ബടായി പറഞ്ഞില്ലേ, നിങ്ങൾ കേൾക്ക്. മതം ഉപേക്ഷിച്ചവനെ കൊന്നു കളയണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന നാട്ടിൽ മതം ഉപേക്ഷിച്ചതിന്റെയും വിമർശിച്ചതിന്റെ പേരിൽ ആളുകൾ തട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കപ്പെടുകയും ആളുകളെ കയ്യും കാലും വെട്ടുകയും ആളുകളുടെ ജീവനെടുക്കുകയും ചെയ്ത മനുഷ്യരുടെ ഇടയിൽ ആ മതത്തിലെ ആ കിരാത നിയമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ആ മതത്തിനകത്തുള്ള വേറെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞുകൊണ്ടും അതിനെ നേർക്കുനേർ വിമർശിക്കുന്ന ഒരു മുർത്തദ്ദിനോട് ഇങ്ങക്ക് പേടിയാണ് എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങളുടെ വിവരമില്ലായ്മ എത്രത്തോളം ഉണ്ട്. നിങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അളന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളവിടെ നിൽക്ക്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പെടക്കല്ലേ അവിടെ, നിങ്ങളവിടെ നിൽക്കവിടെ, ഞാൻ പറയട്ടെ. നിങ്ങളിങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇടയിൽ കയറല്ലേ? പറയട്ടെ നിങ്ങളവിടെ നിൽക്ക്, പറയട്ടെ സുഹൃത്തെ, പറയട്ടെ. അപ്പൊ ആ ചെയ്യുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വയറും വായും അണ്ണാക്കും നിറച്ച് കിട്ടിയപ്പോ ഇപ്പൊ പറയാണ് നിങ്ങൾ മറ്റോലെ വിമർശിക്കാത്തത് ഓലെ പേടിയായിട്ടാണ്. അത് വേറെ വിഷയമാണ് സുഹൃത്തെ, മനസ്സിലായോ? ഇതിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ കാരണം പറഞ്ഞു. നിങ്ങൾ യുക്തിവാദിയാണ് പോലും, നിങ്ങൾ മതത്തിലുള്ള യുക്തിവാദിയാണ് പോലും. അപ്പൊ നിങ്ങളെ അക്കല് ബുദ്ധി യുക്തി എന്നൊക്കെ പറയുന്ന സാധനം ഈ കിതാബിൽ എഴുതി വെച്ച വൃത്തികേടുകളെ ന്യായീകരിക്കുക എന്ന ഒറ്റ കാര്യത്തിന്
നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. കേൾക്ക് നിങ്ങൾ കേൾക്ക്. നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനായാലും എങ്ങനെ? ഇതൊക്കെ നാട്ടുകാർ കേൾക്കാനുള്ളതല്ലേ? ഇതൊക്കെ നാട്ടുകാർ കേൾക്കാനുള്ളതല്ലേ? അവിടെ നിൽക്കേ അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലാകുമ്പോ അതിന്റെ മുകളിൽ പിന്നെ ഉഴുതുമറിയാൻ അല്ലെങ്കിൽ പിന്നെ അവിടെ മെഴുകാൻ ഗ്യാപ്പില്ലാതാവുമ്പോഴാണ് വാട്ട് അബൌട്ടർ എന്ന് പറയുന്ന ഒരു ന്യായ വൈകല്യത്തിലേക്ക് പോകുന്നത്. പറയട്ടെ സുഹൃത്ത്, അതിനെങ്ങനെ സംസാരിക്കും ഒരു മനുഷ്യനോട്? അത് പറയണല്ലോ, അതിന്റെ എല്ലാ വശങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരണം. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെയാ? നിങ്ങളെ യുക്തി എന്താ നിങ്ങൾ ഇത്ര ചെറുതാക്കണേ? യുക്തി വിശാലമാകട്ടെ, നിങ്ങളെ യുക്തിയാണ് വിശാലമാകട്ടെ. അപ്പൊ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മതത്തിൽ ഒരാളെ കൊല്ലണം അല്ലെങ്കിൽ മതം ഉപേക്ഷിക്കുന്നവനെ, ഒരു രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നവനെ കൊലപ്പെടുത്തണം എന്ന് പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ കക്ഷത്തും പിടിച്ചിട്ട് നിങ്ങൾ മറ്റോലെ വിമർശിക്കാത്തത് ഓലെ പേടിയായതുകൊണ്ടാണ് എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? വാസ്തവത്തിൽ ഇങ്ങക്കാണ് പേടി. എനിക്ക് തോന്നുന്നത് ഈ രാജ്യത്ത് നിങ്ങളിങ്ങനെ ചിരിച്ചാൽ ഇങ്ങനെ കാര്യം പറയണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിനെ ഞാൻ വിമർശിക്കുന്നതിന് കൃത്യമായ കാരണമുണ്ട്. പിന്നെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട എന്റെ നിലപാട് എന്താണ് നിങ്ങളെ ബോധ്യപ്പെടുത്തി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേട് എന്തായാലും എനിക്കില്ല. അത് എന്റെ വീഡിയോകൾക്ക് ഒരു മിനിറ്റ് ബഹളുണ്ടാക്കല്ലേ. അത് ഈ പച്ചക്കണ്ണട വെക്കാതെ, അതായത് ഈ മതം കാർന്നു തിന്നാത്ത തലച്ചോറുള്ള ആളുകൾ, അക്കില് മര്യാദക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്റെ വീഡിയോകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബഹളുണ്ടാക്കല്ലേ സുഹൃത്തെ? നിങ്ങൾ എന്റെ മറുപടി നാട്ടുകാർ കേൾക്കുന്നതിനെ പേടിക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ഒച്ച ഉണ്ടാക്കണേ? നിങ്ങൾ എന്തിനാ ഒച്ച ഉണ്ടാക്കണേ? ധൈര്യത്തിൽ പറഞ്ഞോ. നിങ്ങൾ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ ആൾക്കാർ കേൾക്കുക. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞു വന്നെന്താ വെച്ചാല്, ഇങ്ങനെ ഈ ഒരു പിന്നെ ഒരാളെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മത നിയമം കക്ഷത്ത് പിടിച്ചിട്ടാണ് നിങ്ങൾ ഈ ഡയലോഗ് അടിക്കുന്നത്. പിന്നെ എനിക്ക് സംഘപരിവാറിനോടുള്ള നിലപാട് എന്താണ് എന്നും, ഹിന്ദുത്വ തീവ്രവാദികളായാലും ക്രിസ്ത്യാനിറ്റിയിലുള്ള തീവ്രവാദികളായാലും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളായാലും ആ തീവ്രവാദ സംഘങ്ങളോടും അവരുടെ പ്രത്യയശാസ്ത്രങ്ങളോടും നിലപാട് എന്താണെന്നും, മതങ്ങളോടുള്ള നിലപാട് എന്താണെന്നും, മനുഷ്യരോടുള്ള നിലപാട് എന്താണ് എന്നും സാമാന്യ ബുദ്ധി, കോമൺ സെൻസ്, അതായത് ഇവിടുത്തെ ഉസ്താദ്മാർ ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ ഓഫ് ചെയ്യാതെ, പച്ചക്കണ്ണട വെക്കാതെ, നിങ്ങൾ എന്തിനിങ്ങനെ പേടിക്കും? എന്തൊരു അസ്വസ്ഥതയാണ് സുഹൃത്തുക്കൾക്ക്. ഇതാണ് നിങ്ങളുടെ യുക്തിവാദം? ഇതാണോ നിങ്ങളുടെ യുക്തിവാദം? ഇതാണോ നിങ്ങളുടെ യുക്തിവാദം? അത് പറയുമ്പോ മാത്രം നിങ്ങൾ ബഹളം വെക്കുന്നു. സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ വരുമ്പോ നിങ്ങൾ ബഹളം വെക്കുന്നു. സംഘപരിവാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്നാ കേട്ടോളി. സംഘപരിവാറിനെ നമുക്ക് രണ്ടാക്കൂടി വിമർശിക്കാം. അവിടെ ഇരുന്നോളി, കുത്തിരുന്നോളി കേട്ടോ, മൂർത്തി പിടിച്ചിരുന്നോളി. നിങ്ങൾക്ക് ലൈവായിട്ട് വിമർശിച്ച് കേൾപ്പിച്ചു തരാന്നേ. എന്താ കഥ? കേട്ടോളി. ഓക്കെ, നിങ്ങൾ പേടിച്ചു പോരുതിട്ടോ. നിങ്ങൾ പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല കേട്ടോ. നമ്മളുണ്ട് ഇവിടെ. എന്നാ കേട്ടോളി. സംഘപരിവാർ എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഹിന്ദു മതത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട്, ഹിന്ദുക്കളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഇവിടുത്തെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു വർഗീയത വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഇത് RSS. അതിന് കുറെ സംഘടനകളുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട അജണ്ട മുസ്ലിം വെറുപ്പാണ്. ഓക്കെ, മുസ്ലിം വെറുപ്പാണ്. അതും പറയട്ടെ. നിങ്ങൾ എന്തെങ്ങനെ അത് നിസ്സാരമായിട്ട് കാണുക? നിങ്ങള് മുസ്ലിം വെറുപ്പാണ് അവരുടെ പ്രധാനപ്പെട്ട തന്ത്രം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആയുധം. ഓക്കെ, ഇനി അത്തരം ഒരു ആയുധം മുന്നിൽ വെച്ച് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന സംഘപരിവാറും മതം വിട്ടതിന്റെ പേരിൽ ആളെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമും തമ്മിൽ എന്താ വ്യത്യാസം? അതായത് പറഞ്ഞുതരാ. നിങ്ങൾ പറഞ്ഞ കാസർകോഡിലെ റിയാസ് മൗലവിയും കാസർകോട്ടിലെ റിയാസ് മൗലവിയെ കൊന്ന സംഘപരിവാറും പറഞ്ഞു തരങ്ങൾ അവിടെ നിൽക്ക്. അവിടെ സംഘപരിവാറിനെ വിമർശിക്കാൻ സമ്മതിക്കൂല. നിങ്ങൾ എന്ത് മനുഷ്യനാണ്?
അത് ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ പറയുന്നു. നിങ്ങൾ ചോദിക്കുമ്പോ അല്ല പറയാ, ഞാൻ പറയുമ്പോഴാ ഞാൻ പറയാം. മനസ്സിലായോ? നിങ്ങളെ സൗകര്യത്തിനല്ല നമ്മൾ സംസാരിക്കുക. ഞാൻ ചോദിക്കുന്നത് സംഘപരിവാർ റിയാസ് മൗലവിയെ കൊന്നത് സംഘപരിവാർ ആണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഹിന്ദുത്വ തീവ്രവാദികളാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ റിയാസ് മൗലവിയെ കൊന്ന ഹിന്ദുത്വ തീവ്രവാദികളും അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളും അല്ലെങ്കിൽ സംഘപരിവാറും നമ്മൾ ഉക്കടത്ത് ഫാറൂഖിനെ കൊന്ന മുസ്ലിം തീവ്രവാദികളും ഇസ്ലാമും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസം പറഞ്ഞു. ഒരു വ്യത്യാസം പറഞ്ഞു. ഒരു വ്യത്യാസം പറഞ്ഞറിയുന്നേ. അതന്നെ ഞാൻ ചോദിക്കുന്നത്. ഒരു വ്യത്യാസം ഇല്ലാതെ ഒരു വ്യത്യാസം നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? അത് നിങ്ങൾ ഈ പച്ചക്കണ്ണട ഊരി വെച്ച് നോക്കിയാൽ കാണും. അല്ല, നിങ്ങൾ പച്ചക്കണ്ണട ഊരി വെച്ച് നോക്കിയാൽ കാണും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളിങ്ങനെ ബേജാറായാലും എങ്ങനെ? നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇത് പൊതുവേദിയിലല്ലേ ഇപ്പൊ നമ്മൾ പറയണേ? ഇത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നതാണ്. ഇത് പൊതു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളൊരു ഫോട്ടോ കൂടെ അയച്ചേരി. നിങ്ങൾ വരി, നമുക്ക് രണ്ടാം കൂടി കുത്തിരുന്ന് സംഘപരിവാറിനെ വിമർശിക്കാം. 5-ാം തീയതി നിങ്ങളെ പരിപാടി ഉണ്ടല്ലോ ഇവിടെ കോഴിക്കോട് പരിപാടി. അല്ല, നിങ്ങൾ നിൽക്കി നമുക്ക് സംഘപരിവാറിന്റെ വിമർശനം പൂർത്തിയാക്കാം. ഒരു മിനിറ്റ് ഓക്കെ, ഒരു മിനിറ്റ്. സംഘപരിവാറിന്റെ പൊളിറ്റിക്കൽ ഗുരു, സംഘപരിവാർ പൊളിറ്റിക്കലായിട്ട് പറയട്ടെ സുഹൃത്തെ, സംഘപരിവാറിനെ പൊളിറ്റിക്കലായിട്ട് വിമർശിക്കുമ്പോ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംഘപരിവാർ പണ്ട് മുഹമ്മദ് അവിടെ ചെയ്ത ഒരു മഹാഗോത്ര നിർമ്മിതിക്ക് സമാനമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു ഏകീകരണം എന്ന ഒരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മറ്റുള്ള മനുഷ്യർക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഇവിടെയുണ്ട്. അതിന്റെ 6-ാം നൂറ്റാണ്ട് പതിപ്പാണ് മുഹമ്മദ് നബി. ഈ 6-ാം നൂറ്റാണ്ടിലേക്ക് നിങ്ങൾ പോകുന്നത് എന്തെങ്കിലും ബേജാറാവണേ? നമുക്ക് ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ഒരു മിനിറ്റ് ഇതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഒരു മിനിറ്റ്, നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനി സംഘപരിവാറിനെ പൊതുവേദിയിൽ വിമർശിച്ചിട്ടില്ല നിങ്ങളെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് 2021-ലോ 22-ലാണ് എനിക്ക് ഓർമ്മയില്ല, ABC ന്യൂസിൽ നിങ്ങൾ ABC ന്യൂസ് ലിയാഖത്ത് അലി CM എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്കൊരു വീഡിയോ കിട്ടും. നിങ്ങളൊരു വീഡിയോ കിട്ടും. ഇനി എന്റെ ചാനലിൽ പോയിട്ടേ സംഘി കോളിംഗ് എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇംഗ്ലീഷിലോ മലയാളത്തിലൊക്കെ. എന്റെ ചാനലിൽ കേട്ടാ, എന്റെ യൂട്യൂബ് ചാനലില്. അപ്പം അത്തരം ചപ്പടാച്ചി ഇളക്കണം മാറ്റി വെക്ക്. ഇസ്ലാം എന്ന് പറയുന്നത് അതിനാദ്യത്തെ നമ്മൾ വിമർശിക്കും. ഇസ്ലാമിനെ വിമർശിക്കുമ്പോ നിങ്ങൾ ഈ കുരുപൊട്ടിക്കലുണ്ടെന്നും ഈ വഴി വണ്ടി കയറിയിട്ട് കാര്യമില്ല. അത് നിങ്ങൾ വേറെ സ്റ്റേഷൻ പിടിച്ചോളൂ, ഇവിടെ നടക്കില്ല കേട്ടോ. ഇത്ര ഭീരുവായിട്ട് നിങ്ങള് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ അതെ ഞാൻ ഭീരുവായതുകൊണ്ടാണ് ഇപ്പൊ ഈ നിലപാടൊക്കെ പറയണത്. മനസ്സിലായോ? ചോദിക്കുന്നത് നിങ്ങൾ പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പൊതുവേദിയിൽ സംഘടന 5-ാം തീയതി പരിപാടി നിങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ വിമർശിക്കൂ. എന്തിന് 5-ാം തീയതി പരിപാടി? ഒരു മിനിറ്റ് നിങ്ങൾ അടിമത്തത്തിനെ പറ്റി എന്താ പറയുന്നത്? അടിമത്തത്തിനെ പറ്റി ഇപ്പൊ അടിമത്തം അതാണ് ഇപ്പൊ നിങ്ങളെ പ്രശ്നം. അടിമത്തം ഇസ്ലാമത്തെ അടിമത്തം ചർച്ച ചെയ്യുന്നതാണ് ഇപ്പൊ നിങ്ങളെ പുതിയ പ്രശ്നം. അല്ല, ഞാൻ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര സമയം മെനക്കെടുത്തണോ? പണ്ടുള്ള കാര്യമില്ല, ഇപ്പോഴുള്ള കാര്യം. ഇസ്ലാമിലെ അടിമത്തം ഞാൻ പറഞ്ഞുതരാം. ഭരണകൂടത്തിന് ഇസ്ലാമിക ഭരണകൂടം ഉള്ള നാട്ടിൽ പറഞ്ഞുതരാം. ഇപ്പൊ എവിടെ അടിമത്തം എന്നല്ല ചോദിക്കണേ. ഈ മുർത്തദിനെ കൊല്ലേണ്ടത് ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ നടപ്പിലാക്കേണ്ട കാര്യമല്ലേ? അതേപോലെ ഇസ്ലാമിക ഭരണകൂടത്തിൽ ഒരു മിനിറ്റ്, ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്ത് അടിമത്തം ഹലാലാണോ ഹറാമാണോ? അടിമത്തം ഹലാലാണ്. പിന്നെ ഇനി നിങ്ങളോട് എന്താ വർത്താനം? ഇപ്പോഴും ഹലാലല്ലേ? ഇന്നും ഹലാലല്ലേ? അടിമത്തം പണ്ടത്തെ കാര്യമല്ല, പക്ഷെ നടക്കുന്നില്ല. അടിമത്തം ഇന്ന് 2024 അടിമത്തം ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ? ഇന്ന് നടക്കുന്നില്ല. നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യമല്ലേ സുഹൃത്തെ. നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ ഞാൻ എന്റെ സമയം കളഞ്ഞത്. അടിമത്തം 2024 ഹലാലാണോ ഹറാമാണോ എന്നാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിനകത്ത്
ഇസ്ലാമിന്റെ മതനിയമം അനുസരിച്ച് അടിമത്തം എന്ന് പറയുന്നത് 2024 ഹലാലാണോ ഹറാമാണോ? അതാണ് ചോദ്യം. 2024 പതിറ്റാണ്ടുകളായിട്ട് അടിമത്തം എവിടെ ഇല്ല. ഞാൻ ചോദിച്ചതിനല്ലോ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഉപ്പ് അറിയുമ്പോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഇത് പറയും 2020. ഞാൻ നിങ്ങളവിടെ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ വരും. നിങ്ങൾ 5-ാം തീയതി വരും. നമുക്ക് അതിന് വിശദമായ ചർച്ച നടക്കുന്നുണ്ട്. നിങ്ങൾ 5-ാം തീയതി വരും. മുന്നിൽ തന്നെ കുത്തിരിക്കണം. ഒരു മിനിറ്റ് നിങ്ങൾ അവിടെ നിൽക്കി. അടിമത്തം എന്താണെന്ന് ആദ്യം പറയും, എന്നിട്ട് പറയുന്നു അടിമത്തം എന്താണെന്ന് ആദ്യം പറയും. നിങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം കേട്ടോ. അടിമത്തം നമ്മൾ സംവാദത്തിന് വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ വരികയെ നിങ്ങൾ എന്തെങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ വരി നമ്മൾ കേൾക്കാം. ഇനി നിങ്ങൾ ഇതിന് മറുപടി പറയും. ഇതിന് മറുപടി അറിയും. 2024 ഇസ്ലാമിക നിയമം അനുസരിച്ച് അടിമത്തം ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിക നിയമപ്രകാരം അടിമത്തം ഇല്ല സുഹൃത്തെ. സുഹൃത്തെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തല്ലോ. നിങ്ങൾ ഭീരുവാണ്. മതനിയമം പറയാൻ പോലും ധൈര്യമില്ലാത്ത ഭീരുവാണ് നിങ്ങൾ. മതനിയമം പോലും പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവാണ് താങ്കൾ. മതനിയമം ഞാൻ ചോദിക്കുന്നത് 2024 ഇസ്ലാമിക നിയമം അനുസരിച്ച്, ഇസ്ലാമിക ഫിഖ് അനുസരിച്ച്, ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച് 2024 അടിമത്തം ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം അനുസരിച്ച് അടിമത്തം ഇപ്പൊ നടക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും പൊന്നാര സുഹൃത്തെ. ഹലാലാണോ ഹറാമാണോ? അങ്ങനെ ഹലാലാണോ ഹറാമാണോ? ഇല്ലാത്ത സംഗതിക്ക് എന്തിനാ ഹലാൽ ഹറാമ് നോക്കുന്നത്? ഇല്ലാത്ത സാധനമാണോ അല്ലേ എന്നുള്ളത് വേറെ ചർച്ച. ഇസ്ലാമിന്റെ മതനിയമം അനുസരിച്ച് അത് ഹലാലാണോ ഹറാമാണോ? അതാണ് ചോദ്യം. അടിമകളായിരുന്നു. ഇന്ന് അടിമകളില്ല, ഒന്നുമില്ല. യുദ്ധകാലത്തിന് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ന് അതില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചുതരാം. അഫ്ഗാനിസ്ഥാനും മ്യാൻമറിനെ ആക്രമിക്കുന്നു എന്ന് വെക്കാം. പാകിസ്ഥാനൊക്കെ കടന്നു വരണം കുറച്ച് റിസ്ക് ആണ്. പോട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ. ബംഗ്ലാദേശ് ഇപ്പൊ കയ്യിലാണല്ലോ അവരുടെ, അല്ലെ? ബംഗ്ലാദേശ് ഇപ്പൊ ഏതാണ്ട് താലിബാന്റെ വക്കിലെത്തി നിൽക്കുന്ന മൗദൂദികളുടെ കയ്യിലാണ്. അവിടെക്കട്ടെ. അപ്പോ ഞാൻ ചോദിക്കുന്നത്, അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ താലിബാനോ മ്യാൻമറുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുകയും അവിടെ അവര് മ്യാൻമറിന് ഉള്ള ആളുകളെ കീഴ്പ്പെടുത്തുകയും ചെയ്താൽ അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ കൊണ്ടുപോകൽ ഇസ്ലാമിക മതനിയമം അനുസരിച്ച് അനുവദനീയമാണോ അല്ലേ? ഇസ്ലാമിക മതനിയമം അനുസരിച്ച് അടിമത്വം എന്താണെന്ന് നിങ്ങൾ ഇത്ര ഭീരുവായ ഒരാളോട് ഞാൻ സംസാരിച്ച സമയം കളഞ്ഞതിൽ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. മതനിയമം പറയാൻ ആർജവുണ്ടെങ്കിൽ പറയൂ സുഹൃത്തെ. ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായി പുൽകിയ, ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായി പുൽകിയ, നിങ്ങളവിടെ ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായി പുൽകുന്ന, ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായി പുൽകിയ അഫ്ഗാനിസ്ഥാൻ അനിസ്ലാമികമായ ഒരു രാജ്യവുമായി ഏറ്റുമുട്ടലുണ്ടായി. അവിടുത്തെ സൈനികരെ വധിച്ച് അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും ബന്ദികളാക്കി പിടിച്ച് സൈനികർക്കിടയിൽ വീതം വെക്കാൻ അവരുടെ അമീർ തീരുമാനിച്ചാൽ അത് അനുവദനീയമാണോ അല്ലേ? ഇസ്ലാമിക ഹുക്കുമ പറയേണ്ടത്. ആ ധൈര്യം ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ വെച്ചിട്ട് പോയി വെറുതെ സമയം ചെയ്യുന്ന ഇസ്ലാമിക നിയമം അനുസരിച്ച് അത് അനുവദനീയമാണോ അല്ലേ? ഇത് നിങ്ങൾ മറുപടി പറയും, ഇല്ലെങ്കിൽ നിങ്ങൾ വെച്ചിട്ട് പോ. ധൈര്യം ഇല്ലെങ്കിൽ നിങ്ങൾ വെച്ചിട്ട് പോ. വെറുതെ മനുഷ്യന്റെ സമയം എടുക്കരുത്. ഇത്ര ഭീരുവായ ഒരു മനുഷ്യനോ? എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഏത് ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ? ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ? ശരിയാണെന്ന് ഞാൻ തെളിയിച്ചറിയാം. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? അപ്പൊ അവരെ അടിമകളാക്കാൻ, അവരെ അടിമകളാക്കാൻ, അവരെ തിരിച്ചു കൊണ്ടുവരും. അവരെ ബലാത്സംഗം ചെയ്യാനല്ല, അവരെ സംരക്ഷിക്കാനാണ്. അത് അടിമകളായിട്ടല്ല. അവരെ എവിടുന്നാണ് ഇത് പറയണത്? നിങ്ങള് നിങ്ങൾ ഈ അടിമകളെ എന്തിനാ അവിടെ പറയുന്നത്? പിന്നെ എന്താ പറയുന്നത്? ഞാൻ ചോദിച്ചത് അടിമകളാക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിച്ചത്. അടിമകൾ ആക്കുന്നില്ല ഭായി. പിന്നെ അങ്ങനെ സംഗതി നടക്കുന്നില്ല. അപ്പൊ ഇസ്ലാമിൽ അടിമത്തില്ലേ? ഇസ്ലാമിൽ അടിമത്തില്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം ഈ നൂറ്റാണ്ടിൽ, ഈ 2024 നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇസ്ലാമിൽ അടിമത്ത ഹലാലാണോ ഹറാമാണോ? എവിടെയെങ്കിലും അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് തെളിയിച്ചേരാൻ പറ്റുമോ? അടിമകളാക്കിയത് അടിമത്തം ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ? നിങ്ങൾ ശുക്കൂർ വരിക്കോടന്റെ കുടുംബക്കാരനാ? നിങ്ങൾ ശുക്കൂർ വരിക്കോടന്റെ കുടുംബക്കാരനെന്തെങ്കിലാണോ?
ഞാൻ ഒരാളെയും കുടുംബക്കാരനല്ല. നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയും. നിങ്ങളല്ലേ ഭയങ്കര ധൈര്യം വിളിച്ചത്. ഇസ്ലാമിന്റെ ഹുക്മ് ചോദിക്കുമ്പോ ബബ്ബ പറയല്ലേ? ചോദിച്ചതിന് മറുപടി പറയും. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അടിമത്തം അനുവദനീയമാണോ അല്ലേ? ഇസ്ലാമിന് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അവിടെ ഇസ്ലാമിക നിയമത്തിൽ അന്നത്തെ കാലത്ത് അനുവദനീയവും ഇന്നത്തെ കാലത്ത് ഹറാമവുമായ വേറൊരു സാധനം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇസ്ലാമില് നബിന്റെ കാലത്ത് പല സംഗതികളും ഇസ്ലാം പൂർത്തീകരിക്കുന്ന കാലത്ത് അൽയൗമു അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് പറഞ്ഞിട്ടും അനുവദനീയമായതും പിന്നീട് നിരോധിച്ചതുമായിട്ടുള്ള ഒരു സാധനം പറഞ്ഞു. പിന്നീട് നിരോധിച്ചതല്ല, അത് മനസ്സിലാക്കുമോ? ഇസ്ലാമില് പണ്ട് ഒരു സ്ത്രീകൾ നിങ്ങളെ വലിയ വിശദീകരണം എന്ന് പറയണ്ട. ഇസ്ലാമിൽ അടിമത്തം ഇപ്പൊ ഹലാലാണോ ഹറാമാണോ എന്നാണ് നിങ്ങളോട് ചോദ്യം. അപ്പൊ നിങ്ങൾ പറഞ്ഞത് അന്നുണ്ടായിരുന്നു ഇന്നില്ല എന്നാണ്. ഞാൻ ചോദിക്കുന്നത് അള്ളാഹു ഇന്ന് ഹലാലല്ല എന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? അതാണ് ചോദ്യം. അള്ളാഹ് ഹലാലാക്കിയ ഒരു സാധനം, മുഹമ്മദ് ജീവിതത്തിൽ അനുഭവിച്ച ഒരു സാധനം, ഇന്ന് അടിമത്തം എന്നൊരു സംഗതി ചർച്ച ചെയ്യണ്ട. അത് എന്താ ചർച്ച ചെയ്ത എന്താ കുഴപ്പം? നടക്കാത്ത സംഗതിയെ കുറിച്ച് സംസാരിച്ച് എന്താ കുഴപ്പം? നടക്കുന്നു എന്തെല്ലാം സംഗതി ആരാ നടക്കാത്ത സംഭവം? ജീവിക്കാൻ ഇസ്ലാമിൽ അള്ളാഹു അന്ന് ഇസ്ലാമിൽ അടിമത്ത ഹലാലായിരുന്നു. ഇനി അവിടെ നമുക്ക് അന്ന് ഇസ്ലാമിൽ ഉണ്ടായിരുന്നോ? ഒരു മിനിറ്റ്. അടിമത്തം നല്ല കാര്യമാണോ തെറ്റാണോ? നല്ല കാര്യം. ഈ അടിമത്തം നല്ലതാണോ ചീത്തയാണോ? ഞാൻ അതാണ്. അടിമത്തം മോശമാണോ നല്ലതാണോ? ഇന്നത്തെ കാര്യമല്ല കേട്ടോ ചോദിക്കണം, ഇന്നല്ല അന്ന്. മോമൈനവിന്റെ അടിമത്തം നന്മയാണോ തിന്മയാണോ? നിങ്ങൾ പറയും സുഹൃത്തെ. അതിന് ഞാൻ ചോദിക്കുന്നത് എന്താണ് അടിമത്തം? അടിമത്തം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ LKG UKG പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുക, പറഞ്ഞു. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ UKG പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചോളി, ഒരു പറഞ്ഞു എന്താണ് സ്ലേവറി എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് പറയാ അടിമത്തം ഇസ്ലാമിന് അനുവദനീയമാണോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിക നിയമം പറയാൻ ധൈര്യമല്ല. എന്നിട്ട് നിങ്ങൾ ഇന്നോട് ചോദിക്കാം സംഘപരിവാറിനെ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ഹൂസറും പുളിന്റെ ചങ്ങായി. എന്തൊരു കഷ്ടം. നിങ്ങളിന്റെ സമയം എനിക്ക് പണിയുണ്ട് വേറെ കേട്ടോ. ഈ ധൈര്യം ഇല്ലാത്ത ആൾക്കാരോട് മതനിയമം പറയുമ്പോ സംസാരിക്കാൻ കഴിയാത്ത മതനിയമം എന്താണ് അടിമത്തം എന്നൊക്കെ നിങ്ങൾക്ക് തീരെ അറിയില്ല. നിങ്ങൾ വന്നോളി പറഞ്ഞുതരാം കേട്ടോ. 5-ാം തീയതി വരെ എത്ര കാലങ്ങൾ പഠിക്കാതെ പോയില്ല. 5-ാം തീയതി യുക്തിയല്ല. അടിമത്തം എന്താണെന്ന് പറയാൻ ധൈര്യമില്ലാതെ എനിക്ക് ധൈര്യമല്ല. എനിക്ക് ഇത്തിരി കുറവ്. 5-ാം തീയതി വരെ ഒന്ന് കാത്തിരിക്കും. കയ്യിൽ വെച്ചാൽ 5-ാം തീയതി നിങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ അതായിരിക്കും മറ്റേവരോട് പഠിക്കാനോട് മറ്റേവരോട് പറഞ്ഞില്ല. 5-ാം തീയതി നിങ്ങൾ അവസാനമായിട്ട് പറഞ്ഞിരുന്നു. 5-ാം തീയതി ആരവസാനം എനിക്ക് വേറെ പണികളുണ്ട് കേട്ടോ. ചോദിക്കാന് നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയൊക്കെ ആവശ്യത്തിന് കിട്ടിക്കണമെങ്കിൽ ബാക്കിയുള്ള മറുപടി നിങ്ങൾ കേൾക്കണമെങ്കിൽ അടിമത്തത്തെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വന്നാൽ 5-ാം തീയതി ഞാൻ അങ്ങോട്ട് വരും. ചോദിക്കാൻ സ്റ്റേജിലേക്ക് വരും. അവിടെ ഞാൻ വരും. അന്ന് നമുക്ക് കാണാം. ഓക്കെ, ആയിക്കോട്ടെ.